അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നല്ലൊരു എഗ് സാൻഡ്വിച്ച് റെസിപ്പിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കുക്കുംബർ ഒരെണ്ണം, ക്യാരറ്റ് ഒരെണ്ണം, ഇത് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. പിന്നെ ഇതിലേക്കൊരു 3 മുട്ട പുഴുങ്ങിയിട്ട് ഞാനിതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തെടുത്ത ചെഡാർ ചീസാണ് 1/4 കപ്പ്. ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മയോണൈസ്, 1 ടേബിൾ സ്പൂൺ തൈരാണ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് അതുപോലെ തന്നെ എഗ്ഗിന് പകരം ചിക്കന്, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും മാറ്റി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ തീരെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒന്നും മാറ്റി വെക്കാൻ പറ്റാത്തത് കൊണ്ട് നന്നായിട്ട് തന്നെ കഴിച്ചോളും. ബ്രെഡ് 3 സ്ലൈസ്, തക്കാളി 1, ലെച്ചൂസ് 1-2 തണ്ടെടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിലേക്ക് നമുക്ക് ആ മിക്സ് ഒന്ന് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 4 സൈഡും ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. രണ്ട് സ്ലൈസ് തക്കാളി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ചെറിയൊരു പീസ് ലെച്ചൂസ് ഞാൻ വെക്കുന്നുണ്ട്. ആയിട്ട് 1 സ്ലൈസ് ബ്രെഡും കൂടെ വെച്ച് കൊടുക്കാം. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ആ മിക്സ് വീണ്ടും ഇട്ട് കൊടുക്കാം. ഞാനീ കാണിച്ച ഈ ഒരു മിക്സ് വെച്ചിട്ട് നമുക്ക് ഈ രീതിയിലുള്ളൊരു 4 സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് മുകളിലായിട്ട് 1 സ്ലൈസ് ബ്രെഡും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് നമ്മുടെ ഈ ഒരു എഗ്ഗ് സാൻഡ്വിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണിത് കഴിക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.